30,000 താഴെയുള്ള ബെസ്റ്റ് ഫോണുകളുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ലാതെ ഒരു അടിപൊളി ഫോൺ വരുന്നുണ്ടെന്നുള്ളത്. അതായത് 30,000 താഴെയുള്ള ബെസ്റ്റ് ഫോൺ വരുന്നതാണ്, വരാൻ പോകുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോൺ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ ബാറ്ററി, അതായത് 7550 mAh ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബാറ്ററിയുമായിട്ടുള്ള ഫോണാണത്. ഒപ്പം തന്നെ 30,000 താഴെ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ലെവൽ പെർഫോമൻസ് തരുന്ന ഫോണും ഇത് തന്നെയാണ്. സോ അപ്പോൾ ഇങ്ങനൊരു ഫോൺ 30,000 താഴെ ഏറ്റവും ടോപ്പ് ലെവലുള്ള പവർഫുൾ ആയ ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. പോക്കോ F7 എന്ന് പറയുന്ന ഫോണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഈ കാണുന്നതാണ് പോക്കോ F7 5G എന്ന ഫോണിൻ്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് ഒരു കേസ്, ഡോക്യുമെൻറ്റേഷനൊക്കെ അടങ്ങുന്ന വേറൊരു ബോക്സാണ്. അതിനകത്ത് കേസും ഡോക്യുമെൻറ്റേഷനൊക്കെ കാണാം. ഒക്കെ നന്നായിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫോൺ കയ്യിലോട്ട് എടുക്കാം. ഈ കാണുന്നതാണ് അതിൻ്റെ ഡിസൈൻ. നൈസ് ആയിട്ടുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് ഫസ്റ്റ് ട്വിറ്ററിലൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഡിസൈനെ കുറിച്ചൊക്കെ ഞാൻ പറയാം, പക്ഷേ അതിന് മുമ്പ് പറയാനുള്ള കാര്യങ്ങൾ പെർഫോമൻസും ബാറ്ററി പോലത്തെ കിടലും സംഭവം പറയാനിരിക്കുക. അതുകൊണ്ട് ആദ്യം ഡിസൈനെ കുറിച്ച് പറയുന്നില്ല, അത് അവിടെ ഇരിക്കട്ടെ. ബോക്സിൽ 90 വാട്ടിൻ്റെ ചാർജറും ചാർജിങ് കേബിളും ഉണ്ട്. അപ്പോൾ ബോക്സിലെ കണ്ടന്റ് മൊത്തം കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം. അപ്പോൾ ഈ കാണുന്നതാണ് പോക്കോ F7. ഡിസൈനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയുന്നില്ല. കാണാൻ നന്നായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. വലിയ ഓവർ വെയിറ്റോ അങ്ങനെ തിക്നെസ് ഒന്നും തോന്നുന്നില്ല. 7550 mAh ബാറ്ററി വെച്ചിട്ടും സാധാ ഫോണിൻ്റെ ഒരു ലെവലൊക്കെ തന്നെയേ ഉള്ളൂ. സോ നന്നായി, അതിനെക്കുറിച്ചൊക്കെ വരാം, ഡിസൈനിലേക്കും അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് പെർഫോമൻസ്. സ്നാപ്ഡ്രാഗൺ 8S Gen 4 എന്ന് പറയുന്ന 2.1 മില്യൺ ആന്റിറ്റ്യൂഡ് സ്കോറിൻ്റെ അടുത്ത് കിട്ടുന്ന, അവർ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്, ആ റേഞ്ച് പിടിക്കുന്ന ഒരു ഒന്നാം തരം പ്രോസറാണ് 30,000 താഴെ ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഗെയിമുകളൊക്കെ ഞാൻ കളിച്ച് കാണിക്കുന്നുണ്ട്. നൈസ് ആയിട്ടുള്ള ഗെയിം പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. വൈൽഡ് ബൂസ്റ്റ് 4.0 ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റം പെർഫോമൻസ് ആയാലും ഗെയിമിംഗ് പെർഫോമൻസ് ആയാലും അടിപൊളിയാണ്. ഈ ഫോണിൽ 2 വേരിയന്റ് ഉണ്ട്, 256 GB 512 GB. രണ്ടായാലും 12 GB റാമിൻ്റെ ഓപ്ഷനുകളാണ്. സോ റാമിൽ കോംപ്രമൈസ് ഇല്ല. LPDDR5X റാം, UFS 4.1 സ്റ്റോറേജ്, 3D ഐസ്ലൂപ്പ് കൂളിംഗ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനിത് സ്ട്രെസ് ടെസ്റ്റ്, അതായത് നമ്മുടെ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നൈസാണ്, വിഷയമൊന്നുമില്ല. അതേപോലെ ആന്റിറ്റ്യൂഡ് സ്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. സോ പെർഫോമൻസിന്റെ ഭാഗത്ത് ഇതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഞാനിത് ലോങ് ടൈമിൽ ഗെയിമൊക്കെ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ വീഡിയോ എഡിറ്റിംഗ് നമ്മളിതിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്തും വിഷയമൊന്നുമില്ല. സാധാരണ യൂസിനായാലും യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നൈസായിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് നിങ്ങൾ ഗെയിമിങ്ങിനൊക്കെയാണ് എടുക്കുന്നതെങ്കിലും ഒരു വിഷയമില്ല. ഒരുപാട് ഗെയിമിംഗ് ഫീച്ചേഴ്സ് അടക്കം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന് ഗെയിമിങ്ങിന് ഒരു സെപ്പറേറ്റ് ഗെയിമിംഗ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്, കൺട്രോളുകളുടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരുപാട് ഓപ്ഷനുകളും വരുന്നുണ്ട്. സോ ഇതൊക്കെ എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗെയിം കളിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നത് ലേറ്റസ്റ്റ് HyperOS 2 ആണ് വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സെറ്റപ്പാണ്. ഓവറോൾ നല്ല ഒപ്റ്റിമൈസ്ഡ് ആയ UI ആണ്. അതുകൊണ്ട് തന്നെ വേറെ ഒരു ഭാഗത്തും നമുക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. എല്ലാ ഭാഗങ്ങളും നൈസായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈസാണ്. സോ പെർഫോമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ 0 ഇഷ്യൂ. ടോപ്പ് ലെവൽ പെർഫോമൻസ്. ഇനി ഇതിന്റെ ബാറ്ററി, നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പ് സംഭവം എന്ന് പറയുന്നത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബാറ്ററിയാണ് ഈ ഫോണിലിരിക്കുന്നത്. 7550 mAh ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴും 7.98 mm, അതായത് ഏകദേശം ഒരു 8 mm റേഞ്ചിലേക്കുള്ള തിക്നെസ് വരുന്നുള്ളൂ. സോ ഓവർ തിക്നെസ് ഒന്നുമില്ല, സ്ലിം ആയ ഫോണാണ്. 222 ഗ്രാമിന്റെ വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റ് അത്യാവശ്യമുണ്ട്, പക്ഷെ എന്നാലും അതൊന്നും ഓവർ വെയിറ്റ് ആയിട്ട് തോന്നുന്നില്ല. വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയാം. നൈസ് ആയിട്ട് കൊണ്ട് നടക്കാം. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. ഇത്രയും വലിയൊരു ബാറ്ററി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിവേഴ്സ് ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഇയർബഡ് റിവേഴ്സ് ചാർജ് ചെയ്തു. 22.5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് ലെവൽ പെർഫോമൻസും ടോപ്പ് ലെവൽ ബാറ്ററി. ഗെയിമൊക്കെ നമ്മൾ കളിച്ച് നോക്കി, കുറേ നേരമൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് കളിച്ച് നോക്കി. അതിലൊന്നും ബാറ്ററി ഒന്നും നമുക്ക് ഒരു വിഷയമേ അല്ല. 1-2 ദിവസം നമുക്ക് സുഖമായിട്ട് കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തോന്നിയത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എത്രത്തോളം നന്നായിരുന്നുള്ള കാര്യം. സോ അപ്പോൾ പെർഫോമൻസിനെ കുറിച്ചും ബാറ്ററിയെ കുറിച്ചും മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിചയപ്പെടാം. വെയിറ്റ് തിക്നെസ് ഞാൻ കാണിച്ചു തന്നു. താഴെ സ്പീക്കറിൽ ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സിം ട്രേ, ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ മൈക്രോഫോൺ കാണാം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഡിസ്പ്ലേ പക്ക ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. റിയർ സൈഡിലെ ആ ഒരു ഡിസൈനിന്റെ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രത്യേക ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത് നൈസ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ കാണാൻ ഓവർവ്യൂ നോക്കി കഴിയുമ്പോൾ നന്നായിട്ടുണ്ട്. 3 കളറിലാണ് വരുന്നത്. ഫാൻറ്റം ബ്ലാക്ക്, ഫ്രോസ്റ്റ് വൈറ്റ്, സൈബർ സിൽവർ, അങ്ങനെ 3 കളർ ഓപ്ഷൻ ഉണ്ട്. മെറ്റൽ ഫ്രെയിം ആണ് കേട്ടോ. ഗോറില്ല ഗ്ലാസ് 7 ഐയുടെ പ്രൊട്ടക്ഷൻ ആണ്. IP6869 റേറ്റിംഗും വരുന്നുണ്ട്. സോ മഴ, വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളെയൊന്നും വല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഒപ്പം തന്നെ ഇതിന് ഒരു 60 കിലോഗ്രാം വെയിറ്റ് വരെ താങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ പാനിന്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ടിരുന്നാലും പേടിക്കേണ്ട, ഒന്നും പറ്റില്ല എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ വെറ്റ് ടച്ച് 2.0 സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് നനഞ്ഞ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്താലും അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ വെള്ളമായിട്ട് നിങ്ങൾ ടച്ച് ചെയ്താലും കൃത്യമായിട്ട് വർക്ക് ചെയ്തോളൂ. ഈ പ്രത്യേകിച്ച് ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ വേറത്തെ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്താലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താലും നല്ല കാര്യമാണ്. അത് ഇതിലും വരുന്നുണ്ട് ഫീച്ചർ. സോ ഓവറോൾ നല്ല ഡിസൈനിലും കാര്യങ്ങളിലുമാണ് ഇത് വരുന്നത്. ഡിസ്പ്ലേ 6.83 ഇഞ്ച് വരുന്ന 1.5K AMOLED ഡിസ്പ്ലേ ആണ്. ഒപ്പം തന്നെ 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ 480 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 3200 നിറ്റ്സ് ആണ്. 1700 ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. DCI P3 സപ്പോർട്ട് വരുന്നുണ്ട്. 3840 ഹെർട്സിന്റെ PWM ഡിമ്മിങ്,
TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ, HDR10+, ഡോൾബി വിഷൻ, അങ്ങനെ ഒരു ഡിസ്പ്ലേയിൽ വേണ്ടുന്ന പ്രധാനപ്പെട്ട എല്ലാ ഘടകങ്ങളും അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിലൊന്നും ഒരു വിഷയമില്ല. സെറ്റായി വിസിബിലിറ്റിയാണ്, വിഷ്വൽ ക്വാളിറ്റിയാണ്, പ്രശ്നങ്ങളേ ഇല്ല. നൈസായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ആയാലും എന്തായാലും എവിടെ ഇരുന്ന് കൊണ്ടുപോകണമെങ്കിലും കാണാം, എവിടെ നിന്ന് വേണമെങ്കിലും ബ്രൗസ് ചെയ്യാം. സീറോ ഇഷ്യൂ. ബെസ്റ്റ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിൽ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. അതിലും വേറെ ഒരു വിഷയമില്ല. ഇനി ഇതിന്റെ ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പും ഉണ്ട്. സാമ്പിൾസ് കണ്ടു നോക്കിക്കോളൂ. OIS സ്റ്റെബിലൈസേഷൻ അടക്കമുള്ള 50 മെഗാപിക്സലിന്റെ സോണി ക്യാമറ സെൻസറാണ് വരുന്നത്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. വൈഡ് ആംഗിളിന്റെ സാമ്പിൾ നിങ്ങൾക്ക് കാണാം. 20 മെഗാപിക്സലിൻ്റെയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അതിൻ്റെ സാമ്പിളും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഫോട്ടോസ് നമുക്ക് ഡേ ലൈറ്റിലോ ഇൻഡോർ ലൈറ്റിലോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. വീഡിയോ ക്വാളിറ്റി ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല 4K വീഡിയോ ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD ആണ് സപ്പോർട്ട് ചെയ്യുന്നുള്ള 4K ഇല്ല. അതൊരു കുറവായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ആലോചിക്കുക. എന്തായാലും അതിൻ്റെ സാമ്പിൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. വലിയ കുഴപ്പമില്ലാത്തൊരു ഫുൾ HD വീഡിയോ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അത് സ്മൂത്തായിട്ട് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ സാമ്പിളുകൾ. ഇഷ്ടപ്പെട്ടോ? പിന്നെ പതിവ് പോലെ AI ഫീച്ചേഴ്സ് ക്യാമറയുടെ ഭാഗത്തും ഫോണിന്റെ ഭാഗത്തും ഒരുപാടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ AI ഇറേസ്, അൺവാണ്ടഡ് ഒബ്ജക്റ്റുകൾ ഇറേസ് ചെയ്യുന്ന സംവിധാനം ഈസി ആയിട്ട് എല്ലാ ഫോണിലും ഒരു മസ്റ്റ് ഹാവ് ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനം ആയതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രശ്നമില്ല. AI ഇറേസ് പ്രോ എന്നാണ് അതിന്റെ പേര്. പിന്നെ AI എൻഹാൻസ്, ഫോട്ടോ എൻഹാൻസ് ചെയ്യുന്ന സംവിധാനം. AI റിഫ്ലക്ഷൻ റിമൂവർ, അൺവാണ്ടഡ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അങ്ങനെ കുറേ ചില്ലറ പരിപാടികൾ ഫോട്ടോയുടെ ഭാഗത്ത്. പിന്നെ മെയിൻ സംഭവം സർക്കിൾ ടു സെർച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വിഷയമൊന്നുമില്ല. നമുക്കൊരു സർക്കിൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാം. അതേപോലെ സൈഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഗൂഗിൾ ജെമിനി ചാടി കയറി വരും. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ AI റെക്കോർഡർ ഉണ്ട്. നമുക്ക് വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് ട്രാൻസ്ക്രൈബ് ചെയ്തൊക്കെ എടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ AI റെക്കോർഡർ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോട്ടിനകത്ത് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ട, ക്രിയേറ്റ് എ ഫിറ്റ്നസ് പ്ലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിറ്റ്നസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി. നിങ്ങൾക്ക് ഒരു സ്പീച്ച് എഴുതിപ്പിക്കണമെങ്കിൽ റൈറ്റ് എ സ്പീച്ച് ഫോർ ആനുവൽ മീറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനൊരു സ്പീച്ച് തയ്യാറാക്കി തരുന്ന ആവശ്യമുള്ള പ്രോംപ്റ്റുകൾ കൊടുത്താൽ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന AI സംവിധാനങ്ങൾ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി വേറെ ഒരെണ്ണം അന്വേഷിച്ച് പോകണ്ട. നോട്ടിനകത്ത് ഈ വക സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ റൈറ്റിംഗ് ടൂൾ, അത് നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ താഴെ റൈറ്റിംഗ് ടൂൾ ആയിട്ട് കാര്യങ്ങളെല്ലാം വരും. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ റീറൈറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ നോട്ടിനകത്തും ഒട്ടനവധി കാര്യങ്ങൾ, റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോയെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന പരിപാടി അടക്കം എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്തുണ്ട്. AI ഫീച്ചേഴ്സ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ വേണ്ട രീതിയിൽ അതും ഉപയോഗിക്കുക. ഇനി ഇതിന്റെ മറ്റ് ഘടകങ്ങൾ Wi-Fi 7, Bluetooth 6 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നു. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ സെറ്റപ്പാണ്. സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന് പറയുന്ന ടോപ്പ് ലെവൽ പ്രോസർ, നല്ല അടിപൊളി പെർഫോമൻസ് തരുന്നുണ്ട്. ബെസ്റ്റ് ഇൻ ക്ലാസ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബാറ്ററി കൊടുത്തിരിക്കുന്നു. നൈസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. എല്ലാം നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് ആൻഡ് ഓഫേഴ്സ് നോക്കിയാൽ 12 GB RAM 256 GB സ്റ്റോറേജിന് 31,999 ആണ്. 2000 രൂപയുടെ ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അല്ലെങ്കിൽ 2000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ, എങ്ങനെ പോലെ 2000 രൂപയുടെ ഓഫർ. അപ്പോൾ മൊത്തത്തിൽ 29,999 നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റും. 12 മാസം നോ കോസ്റ്റ് ഇമെയിലും വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ എക്സ്ട്രാ ചില ഓഫറുകൾ വരുന്നുണ്ട്. അതായത് 1 ഇയർ ഫ്രീ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, 10,000 രൂപ വർത്തായിട്ടുള്ളത്. അതേപോലെ തന്നെ 1 ഇയർ അഡീഷണൽ വാറണ്ടി വരുന്നുണ്ട്. സോ ടോട്ടൽ 2 ഇയർ വാറണ്ടിയാണ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ 2 ഓഫറുകളും ഫസ്റ്റ് സെയിൽ ഡേയിൽ വാങ്ങിക്കുന്നവർക്കാണ് കിട്ടുക. അപ്പോൾ അത് മറക്കണ്ട. നിങ്ങൾ വാറണ്ടി ഓഫറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെയിൽ ഡേറ്റിൽ തന്നെ വാങ്ങിക്കാൻ നോക്കുക. സോ ഒരു നല്ല ഒരു 30 രൂപ റേഞ്ചിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ് ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫ്രണ്ടിൽ 4K ഇല്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആകെ ഒരു പോരായ്മയായിട്ട് ഈ ഫോണിൽ തോന്നിയുള്ളൂ. പിന്നെ സ്മഡ്ജസ് ആവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആകുമ്പോൾ അതിൽ വരും, ഗ്ലാസി ഡിസൈനാണ്. സോ അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കത് പ്രശ്നമാണെങ്കിൽ ചിന്തിച്ചിട്ട് മാത്രം എടുക്കുക. അതല്ലാത്ത പക്ഷം ബാക്കി എല്ലാം കൊണ്ടും സെറ്റപ്പായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അടിപൊളിയായിട്ട് പെർഫോമൻസ് തരുന്ന ഒരു ഗംഭീര സാധനം വരുന്നുണ്ട്. അത് ഏറ്റവും നല്ല പ്രൈസിൽ വരുമെന്ന് അതുപോലെ തന്നെ വന്നു. 40 രൂപ റേഞ്ചിൽ ഈ വക സെറ്റപ്പൊക്കെ 40 രൂപ റേഞ്ചിൽ വെച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രാൻഡുകൾ. ഇവർ 30 രൂപ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സംഭവം കൊള്ളാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ അപ്പോൾ അതാണ് പോക്കോ F7 എന്ന് പറയുന്ന ഈ ഫോണിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. സംഗതി കൊള്ളാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.